ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ആറാട്ട് മണ്ഡപത്തിലെ ആചാര ലംഘനത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഹൈന്ദവ സംഘടനകൾ. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഹിന്ദു ഐക്യവേദി. നഗരസഭ ഉപരോധിച്ച് BJP കൗൺസിലർമാർ ഗുരുതരമായ ആചാര ലംഘനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കി. ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപം പാചകപ്പുരയാക്കി മാറ്റുകയും മാംസാഹാരം വിളമ്പുകയും ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഹിന്ദു ഐക്യവേദി അറിയിച്ചു. ഏത് ഏജൻസിക്കാണോ ഇക്കാര്യത്തിൽ അനുമതി നൽകിയത് അവരുടെ ജാഗ്രത കുറവാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അവരുടെ പേരിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. മേലിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. ആ സംരക്ഷിതമായിട്ടുള്ള ആ സ്മാരകത്തെ കമ്പിവേലി കെട്ടിക്കൊണ്ട് ഇനി വർഷത്തിൽ 2 ദിവസം ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ടിനല്ലാതെ മറ്റ് ഒരാവശ്യത്തിനും ഇത് ഉപയോഗിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകണം. ഇതാണ് ഹിന്ദു ഐക്യവേദി ഉയർത്തുന്നത്. ഹിന്ദു ഐക്യവേദിയും വിവിധ ഹൈന്ദവ സംഘടനകളും ചേർന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഉചിതമായ പ്രക്ഷോഭത്തിന് രൂപം നൽകും. ആചാര ലംഘനത്തിൽ പ്രതിഷേധിച്ച് BJP കൗൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭ ഉപരോധിച്ചു. BJP മുൻ ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. പത്മനാഭസ്വാമിയുടെ ഭക്തരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് നഗരസഭയും മേയർ ആര്യ രാജേന്ദ്രനും നടത്തിയതെന്ന് VV രാജേഷ് കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്തെ നല്ല പത്മനാഭസ്വാമിയെ ആരാധിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഈ നാടിന്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ തീകോരിയിട്ടിരിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശംഖുമുഖത്ത് ഉണ്ടായിരിക്കുന്നത്. ആറാട്ടിന് എഴുന്നള്ളുന്ന വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന ആ കൽമണ്ഡപം, ആറാട്ടിൽ പങ്കെടുത്ത് വരുന്ന ഭക്തജനങ്ങളുടെ പാദസ്പർശം കൊണ്ട് പവിത്രമാകുന്ന ആ മണ്ണ് അവിടെ ഒരിക്കലും ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തിന് ചേരാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കോർപ്പറേഷന്റെ അനുമതിയോടെ അവിടെ അരങ്ങേറുന്നത്. ഗുരുതരമായ ആചാര ലംഘനമാണ് നടന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. സർക്കാർ അങ്ങേയറ്റം ധിക്കാരപരമായിട്ടുള്ള ഒരു നടപടിയാണ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. അവിടെ ഇനി ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വേണം. വെറുതെ ആ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയാൽ പോരാ. ഇത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ കൈകഴുകി പോവോ? അതുകൊണ്ട് ഞങ്ങളത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യമായിട്ട് അതിൻ്റെ പേരിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവും. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധത്തിലാണ് ഹൈന്ദവ സംഘടനകൾ ഒരുങ്ങുന്നത്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 14 മുതൽ 18 വരെ ശംഖുമുഖത്ത് നടക്കുന്ന തീരസംഗമം എന്ന പരിപാടിയിലാണ് ആറാട്ട് മണ്ഡപത്തെ അവഹേളിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ഭക്ഷ്യമേളയ്ക്കായി ആറാട്ട് മണ്ഡപം അടുക്കളയാക്കി മാറ്റുകയും മത്സ്യമാംസങ്ങൾ പാചകം ചെയ്യുകയും ചെയ്തു. ഇതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ജനം, തിരുവനന്തപുരം.